ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിക്കുവാണ്. ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ചേട്ടന് പോകണ്ടാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അല്ലാത്ത ദിവസമൊക്കെ 4 മണിക്ക് എഴുന്നേൽക്കും കേട്ടോ. എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ കിങ്കറിനെ കുറച്ച് നേരം കളിപ്പിച്ചതിനൊക്കെ ശേഷം എന്താ പറയുക, ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടി ഇച്ചിരി കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാർത്തികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തിക എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ കൂടാണ് കേട്ടോ, തൃക്കാർത്തിക. അത് എന്നെ അറിയാവുന്നവർക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാനവിടെ തൂക്കുന്നതിനിടയ്ക്ക് സകലവിധ പരിപാടികളും അവൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം മാത്രമല്ല, അവൻ്റെ കളിപ്പാട്ടം പറക്കിക്കൊണ്ടിടുക, ഞാൻ തൂത്ത് കൂട്ടി വച്ചിരിക്കുന്നതിനെയൊക്കെ ചെതറി ഇങ്ങനെ കൈവച്ച കലമ്പിയിടുക, ഇതൊക്കെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതെൻ്റെ കണ്ടോ, എനിക്കിവനെ അടിച്ച് ഓടിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുകയുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെയാണ്. ഒത്തിരി സമയം പിടിക്കുന്നത് ഇവനെ കാരണമാണ് കേട്ടോ. ഭയങ്കര ബഹളമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, തല്ലുപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് 2 പാടും വീണ്ടും 4 പാടുമൊക്കെ തൂത്ത് വൃത്തിയാക്കുവാണ് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനായിട്ട്. പിന്നെ ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് പോകണ്ടാത്തത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി പതുക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പിന്നെ മൊത്തം ഒന്ന് തൂത്ത് റെഡിയാക്കാം എന്ന് കരുതി. ആദ്യം മുറ്റത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. അതിനിടയ്ക്ക് എന്നെക്കൊണ്ട് ടോം ആൻഡ് ജെറി കളിപ്പിക്കാനൊക്കെ അവൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൻ ഓരോന്നും എടുത്തുകൊണ്ട് ഓടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ജോലിക്കിടയിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒത്തിരി സമയവും പിടിക്കും, എൻ്റെ എനർജി അത്രയും വേസ്റ്റാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവനെക്കൊണ്ട് എന്തൊക്കെ അവൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ആ സമയത്ത് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇവനെ നിർത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് പിന്നെ വേറെ പുറത്ത് പോകല പരിപാടികൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ തൂത്തുകോരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരും കേട്ടോ. പക്ഷേ ഞങ്ങൾ ഒത്തിരി കിടന്ന് അലയ്ക്കണമെന്നേ ഉള്ളൂ. ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ അവനെ കൊണ്ടാവുന്നത് പോലെയൊക്കെ അവൻ ചെയ്തു തരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പുറത്ത് പോകുക അങ്ങനത്തെ പ്ലാനോ ഒന്നുമില്ല. എനിക്കായിരുന്നാലും ചേട്ടനായിരുന്നാലും ഞങ്ങൾക്കിങ്ങനെ പുറത്ത് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാര്യമെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് എൻജോയ് ചെയ്യാറുള്ളത്. അതിനിടയ്ക്ക് ഞാൻ ഇത്രയും തൂത്ത് റെഡിയാക്കുന്നതിനിടയ്ക്ക് അവനെവിടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ വെള്ളത്തിൽ കളിയാട്ടോ. ഭയങ്കര ഇവന് വെള്ളം കണ്ടാൽ അപ്പം കളിക്കണം. അതുകൊണ്ട് ഞാൻ പതുക്കെ ആ ചൂലിനെ അവിടെ കൊണ്ട് വെച്ചിട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കാര്യം നിന്ന് കഴിഞ്ഞിരുന്നാൽ എൻ്റെ സമയവും പോവും. എന്താ പറയാൻ, അവൻ വെള്ളത്തിൽ കളിച്ച് തലയിലൊക്കെ വെള്ളം കോരി വീത്തും. അതുകൊണ്ട് ഞാൻ തൂക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. പക്ഷേ മാക്സിമം കരഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ടി വി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഇരുത്താമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇനി എനിക്ക് കിച്ചണിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തി പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയത്. അതിന് ശേഷം പിന്നെ ഞാൻ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അവനിന്ന് കൂരവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ അവന് ഒത്തിരി നാളായി കൂരവ് കൊടുത്തിട്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും അവന് കൂരവ് ഉണ്ടാക്കാം എന്ന് കരുതി. കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിട വിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കൂലേ, അപ്പോൾ അതുപോലെ കൊടുക്കുമ്പോഴോ ഒന്നും അവനത് പറ്റാറില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ചേട്ടൻ അതിരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ അവന് കൂരവൊക്കെ കോരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചു, ചോറിനുള്ളത്. പിന്നെ തോരനും മീൻകറിയും ഒക്കെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് തന്നെ മതിയായിരുന്നു. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, പിന്നെ കുഞ്ഞിനും കൂടെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ മതിയായിരുന്നു. പിന്നെ അല്ലാതെ എക്സ്ട്രാ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാൻ ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇട്ടു. അതാകുമ്പോഴത്തേക്കും നമുക്ക് 3 ഐറ്റം കറി ആവുമല്ലോ. പിന്നെ ഒരു മുട്ട എങ്ങാനും പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും കൂടെ ആവുമ്പോൾ ലഞ്ച് സെറ്റാവും. അങ്ങനെ ഞാൻ
മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചേട്ടൻ്റെ യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അത് മെഷീനിലിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അഴുക്കൊന്നും പോകത്തില്ല നേരെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കിങ്കറിനെ കുളിപ്പിച്ചു. ഈ ചിരിച്ചുകൊണ്ട് നിൽക്കണ മുഖമല്ല കേട്ടോ, കാര്യം കുറച്ച് മുന്നിട്ട് ഇത് തലയൊക്കെ ഒന്ന് തോർത്താനായിട്ടൊരു യുദ്ധം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എല്ലാ പണിയും ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് തുടച്ചൊക്കെ ഇടാം, കാർത്തികയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഈ ക്ലീനിങ്ങിലായിട്ട് ഇറങ്ങിയത്. പിന്നെ വേറെ കാര്യം, ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞ് എന്തെങ്കിലും ബഹളം വെച്ച് കഴിഞ്ഞ് ചേട്ടൻ നോക്കിക്കോളുമല്ലോ. അങ്ങനെ പിന്നെ ഗ്യാസ് സ്റ്റൗവും എല്ലാം ഒന്ന് നല്ല ഡീപ്പായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ചേട്ടനില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവനെ എടുക്കണം, അങ്ങനത്തെ ഉള്ള കുറച്ച് നിർബന്ധങ്ങളൊക്കെ കൂടുതലാണ്. ചേട്ടനുള്ളപ്പോൾ വലുതായിട്ട് നിർബന്ധം പിടിക്കാനായിട്ട് നിൽക്കില്ല. ഇച്ചിരി പേടിയുള്ളത് കൊണ്ട് തന്നെ ആട്ടോ ഒട്ടും പേടിയില്ലാത്തത്. അങ്ങനെ ഞാൻ എല്ലാം വാഷ് ചെയ്തു. തുണിയൊക്കെ കൊണ്ടുവന്ന് അയയിൽ വിരിച്ചതിന് ശേഷം മൊത്തം ഒന്ന് തൂക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, കാണിക്കാൻ പറ്റിയില്ല. മൊത്തം ഒന്ന് കിച്ചണും ഒക്കെ ഹാളും റൂമും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിനിടയ്ക്ക് തന്നെ ഭയങ്കര ബഹളമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തു. അടുത്ത് ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.